നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. വാടനപ്പള്ളി നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘത്തിൻ്റെ ഗുരുനാഥൻ PK മുഹമ്മദ് ഗുരുക്കളുടെ അനുസ്മരണ യോഗവും കളരി പ്രദർശനവും മത്സരങ്ങളും കണ്ടശാങ്കടവ് ഗവൺമെൻറ് സ്കൂളിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സമിതി സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇച്ഛാശക്തി മാത്രമാണ് അതിന് ഇപ്പം തന്നെ ഏകദേശം നമ്മൾ പറയുമ്പോൾ സമീപകാലത്ത് കളരിക്കൊരു ഉയർച്ച വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളീയമായ പാരമ്പര്യം അതിശക്തമായ രീതിയിലുള്ളൊരു പാരമ്പര്യം എന്ന രീതിയിലുള്ള ആയോധന കലയാണ് വാസ്തു കളരി. നമ്മൾ വടക്കമ്പാട്ടികളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉണ്ണിയാഴ്ചയുടെ മഹത്വത്തിൽ പെൺവീരത്തിൻ്റെ പെൺകരുത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ണിയാഴ്ചയെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതിലൊരു തുടർച്ച എന്ന രീതിയിൽ അത് കേരളത്തിൽ വികസിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പല ഇടർച്ചകളും ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയല്ല, ഇടർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. വാടനപ്പള്ളി പഞ്ചായത്ത് അംഗം സുജിത്ത് അധ്യക്ഷനായി. തൃശൂർ ACP KC സേതു മുഖ്യാതിഥിയായിരുന്നു. പ്രാചീന കേരള കളരി സംഘം ഗുരുക്കൾ ഷമീർ, സംഘാടക സമിതി അംഗം രഞ്ജിത്ത്, തിരുമംഗലം UP സ്കൂൾ അധ്യാപകൻ രമേശൻ, നാട്ടിക സ്കൂൾ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു. പ്രാചീന കേരള കളരി സംഘത്തിൽ നിന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത അനന്തകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കളരി പ്രദർശനം, വാളും പരിചയും, വടിപ്പയറ്റ്, മെയ്പ്പയറ്റ്, വടിവീശൽ, കത്തിയും വെറും കൈയും, മുച്ചാൻ പയറ്റ് എന്നിവയും മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു. കനോലി കനാലിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിന് എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി കനോലി ക്രൂയിസിൻ്റെ നേതൃത്വത്തിൽ എൻഡ്യൂറൻസ് അത്ലറ്റിക്സ് ഓഫ് തൃശ്ശൂരും കൂടിച്ചേർന്ന് 10 കിലോമീറ്റർ ഒരു മിനി മാരത്തോൺ നടത്തി. ചമ്മാപ്പള്ളി ഹാങ്ങിങ് ബ്രിഡ്ജിന് സമീപം കനോലി ക്രൂയിസിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്ത് നിന്ന് ആരംഭിച്ച മിനി മാരത്തോൺ അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രവീൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. കനോലി ക്രൂയിസ് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് കുമാർ, എൻഡ്യൂറൻസ് അത്ലറ്റിക് ഓഫ് തൃശ്ശൂർ റോണി എന്നിവർ സംസാരിച്ചു. സ്ത്രീകളും പുരുഷന്മാരുമായി 55ഓളം പേർ പങ്കെടുത്ത മിനി മാരത്തോൺ കനോലി ക്രൂയിസിൻ്റെ മുൻപിൽ നിന്നും ആരംഭിച്ച് മുറ്റിച്ചൂർ പാലം വഴി തളിക്കുളത്തേക്ക് കടന്ന് ടിപ്പു സുൽത്താൻ റോഡ് വഴി പോളി ജംഗ്ഷനിലെത്തി തൃപ്രയർ അമ്പലത്തിന് മുൻവശത്തിൽ കൂടി തിരിഞ്ഞ് ചെമ്മാപ്പള്ളി കടവിൽ അവസാനിച്ചു. പ്ലാസ്റ്റിക് വിമുക്ത കനോലി കനാൽ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഔപചാരികമായിട്ട് കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗപീഠങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ ഇങ്ങനൊരു എഫേർട്ട് അതതിൻ്റെ ലക്ഷ്യപ്രാപ്തി കാണട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഏങ്ങൂർ എഡ്ഗർ C ലോറൻസ് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K രാമൻ, PS സുൽഫിക്കർ, ശ്രീദേവി സദാനന്ദൻ, പുഷ്പാങ്കദൻ ന്യായക്കാട്ട്, ഏങ്ങൂർ എഡ്ഗർ C ലോറൻസിൻ്റെ കുടുംബാംഗങ്ങൾ വർഷ ലോറൻസ്, അലീഷ ലോറൻസ് എന്നിവർ സംസാരിച്ചു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകും. ഇന്ന് 5 ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.
മറ്റുള്ള ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.